ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്ന് നമ്മളൊരു കരിക്കപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ വട്ടയപ്പത്തിൻ്റെ അതേ കൂട്ട് തന്നെയാണെങ്കിലും കരിക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കുള്ളൂ. ഇതിന് നല്ല ഫ്ലഫി ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കരിക്ക ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് നമ്മൾക്ക് ഇതുപോലെ കരിക്കൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതാണ്. അപ്പോൾ ഇതിന് വേണ്ടി 2 കപ്പ് പച്ചരിയാണ് ഞാൻ കുതിർക്കാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ 2-3 മണിക്കൂറാകുമ്പോഴത്തേനും അത് കുതിർന്ന് കിട്ടും. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾക്ക് ഈ കരിക്കൊന്ന് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ കാമ്പൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ ഈ കാമ്പും ഈ കരിക്കിൻ്റെ വെള്ളമൊക്കെ കൂടി ഈ പച്ചരി കൂടെ അരച്ചിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അധികം മൂക്കാത്ത ടൈപ്പിലുള്ള കാമ്പ്, ഇപ്പോൾ എല്ലാം ഒരു 4 കരിക്കുണ്ടായിരുന്നു, അതും ഫുള്ള് വെട്ടി നോക്കിയതാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇളയ കാമ്പായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അരി നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഈ കരിക്കിൻ്റെ കാമ്പ്, ഇളയ കാമ്പ് നോക്കിയിട്ട് ഒരു ബ്രൗൺ കളർ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ടുള്ളത് എടുത്തിട്ട് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 കരിക്കിൻ്റെ കണക്കാക്കി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇതൊന്നും എപ്പോഴും ഉണ്ടാക്കാൻ ഞാൻ പറയുന്നില്ല കേട്ടോ. പിന്നെ കരിക്ക് എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ഇതിപ്പോൾ ശരിക്ക് വട്ടയപ്പം അതുപോലെ തന്നെ പാലപ്പം ഒക്കെ ഉണ്ടാക്കണ ഒരു കൂട്ട് തന്നെയാണ്. അതുപോലെ നമ്മൾ അരച്ചെടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചോറാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഒരു അല്പം മധുരം ഉണ്ടാവുമല്ലോ അപ്പത്തിന്, അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാട്ടെ. ഇത് ഇടുമ്പോൾ ഒരു പാകത്തിനുള്ള ഒരു മധുരമായിരിക്കുള്ളൂ, കൂടുതലൊന്നും ഉണ്ടാവില്ല മധുരം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് കരിക്കിൻ്റെ വെള്ളമാണ്. അപ്പോൾ 2 കരിക്ക് വെട്ടിയപ്പോഴാണ് ഈ 1/2 കപ്പ് വെള്ളം കിട്ടിയിരിക്കുന്നത് കേട്ടോ. കരിക്കിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ 1/2 കപ്പ് വെള്ളം 2 കപ്പ് പച്ചരിക്ക് ചേർത്തിട്ട് നമുക്കിത് അരച്ചു കൊടുക്കാം. അപ്പോൾ ഈ കരിക്കും ചെറിയ ഇളയ കരിക്കും പച്ചരിയും കൂടെ അരക്കുമ്പോൾ തന്നെ നല്ല ക്രീമി ആയിട്ട് വരും ഈ ഒരു മാവ്. അപ്പോൾ നമുക്കിത് ഒരു 3 മണിക്കൂറെങ്കിലും ഇത് അടച്ചു വെക്കണം. 2-3 മണിക്കൂറാകുമ്പോഴത്തേനും ഇത് പെട്ടെന്ന് തന്നെ ഇത് പൊന്തി വരും, ഈസ്റ്റ് ഇട്ടതുകൊണ്ട്. കണ്ടോ, ഇപ്പോൾ നല്ല പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് 3 മണിക്കൂർ കഴിഞ്ഞ് എടുത്തപ്പോൾ. ഇതിപ്പോൾ നമ്മൾ ദോശമാവിൻ്റെ ഒരു പരുവത്തിലായിട്ട് കലക്കിയെടുത്താൽ മതി. വേറെ വെള്ളമൊന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ വട്ടയപ്പം ഉണ്ടാക്കുന്ന പരന്ന പാത്രത്തിലല്ലേ, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ ബൗൾസിലാക്കിയിട്ട് ഇത് ആവിയേറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ അപ്പമായിട്ട് വരുമല്ലോ, കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. ശരിക്കും ഇത് കരിക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലോണം ഫ്ലഫി ആയിട്ടുണ്ടാവും. കഴിക്കുമ്പോഴും തേങ്ങ ചേർക്കുന്നതിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ടേസ്റ്റിന്. അപ്പോൾ ഇനിയിപ്പോൾ കരിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ വെച്ചിട്ട്, ഇളയ തേങ്ങ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാം. തേങ്ങയുടെ വെള്ളവും ചേർത്തിട്ട് ഉണ്ടാക്കുക. പിന്നെ മേലെ ഞാൻ കുറച്ച് ചെറികളൊക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്താണ്. ചെറിയ കൂട്ടിയിട്ട് ഇത് കഴിക്കുമ്പോൾ നല്ലതാണ് വെന്ത് വരുമ്പോൾ. ഇതിപ്പോൾ നമ്മളൊരു സ്റ്റീമറോ അതുപോലെ അപ്പച്ചമ്പോ വെച്ചിട്ട് നല്ലോണം ആവി വന്നതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു 20-25 മിനിറ്റ് ആകുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഇത് വെന്തും കിട്ടും. വെച്ച ഉടനെ തന്നെ ശരിക്കും ഇത് പൊങ്ങി വരും ആവിയിൽ. കാരണം നല്ല കട്ടി കുറഞ്ഞിട്ടുള്ള മാവല്ലേ. കണ്ടോ, ഇപ്പോൾ ഇത് പാകത്തിനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് ബൗളിലും നമുക്ക് പരന്ന പാത്രത്തിലോ ഏതിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കിത് ബൗളിൽ നിന്ന് എടുത്ത് മാറ്റാം. അത് പെട്ടെന്ന് തന്നെ വിട്ടുപോരും, കാരണം നമ്മൾ ഓയിലും തടവിയിട്ടുണ്ടല്ലോ ബൗളിൽ. അപ്പോൾ അത് നല്ല, കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു അപ്പമാണത്. അപ്പോൾ ഈ ചെറുതാവുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും കഴിക്കാനും കുട്ടികൾക്കായാലും കഴിക്കാനും ഒരു ഇഷ്ടം തോന്നും. ചെറീസൊക്കെ ഇട്ട് കാരണം കൊണ്ട് ചെറിയ കുട്ടി കഴിക്കുമ്പോൾ നല്ലതാട്ടോ. ഇതല്ലെങ്കിൽ ഉണക്കമുന്തിരി ഇട്ടാലും മതിയാവും. അപ്പം നിങ്ങൾ ഇടയ്ക്കൊക്കെ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക, കുറച്ചൊരു വെറൈറ്റി ആയിട്ട് കരിക്ക് ചേർത്തിട്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എപ്പോഴും അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ബോറടിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി പുതിയ റെസിപ്പി ആയിട്ട് കാണാം.